ഹായ് എവരി വൺ, തിങ്ക് ട്രൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ GK ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലുകളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ് ക്രോസസ് ദി ഇക്വേറ്റർ ട്വൈസ്? ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഭൂമധ്യരേഖയെ 2 തവണ കടന്നു പോകുന്ന നദി എന്നാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, കോങ്കോ റിവർ. ഓപ്ഷൻ സി, കോങ്കോ റിവർ സൗത്ത് ആഫ്രിക്കയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൂ ഡിസ്കവേർഡ് ദ സീ റൂട്ട് ടു ഇന്ത്യ? ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ 1498 ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കടൽമാർഗത്തിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ കൂടിയാണ് വാസ്കോ ഡ ഗാമ. കൂടാതെ വാസ്കോ ഡ ഗാമ കാലുകുത്തി എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ്. അത് 1498 മെയ് 20 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോ സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. ദിസ് വാസ് അഡ്വക്കേറ്റഡ് ബൈ? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അതെനിക്ക് ലഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ലോകമാന്യ തിലക് ഓർ ബാലഗംഗാധര തിലക്. കൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ നേതാവ് കൂടിയായിരുന്നു ബാലഗംഗാധര തിലക്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ദി ഫാദർ ഓഫ് ദി ഇന്ത്യൻ അൺട്രസ്റ്റ് എന്നായിരുന്നു. ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, ഫസ്റ്റ് പാർട്ടീഷൻ ബംഗാൾ അണ്ടർ ലോർഡ് കേഴ്സൺ ടുക്ക് പ്ലേസ്? ഓപ്ഷൻ 1905 റൈറ്റ് ആൻസർ. ആദ്യമായി ബംഗാൾ വിഭജനം നടത്തിയത് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നൗൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി? ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ആൻ്റോണിയോ ലാവോയ്സിയർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം, കറൻസി ഓഫ് സൗത്ത് ആഫ്രിക്ക? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, റാൻഡ്, സൗത്ത് ആഫ്രിക്കൻ റാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റഡ്? ഓപ്ഷൻ ബി, ഡിസംബർ 23 റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കളർ ഓഫ് ഓസോൺ ഗ്യാസ്? ഓപ്ഷൻ എ, ബ്ലൂ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഹൂ ഇൻവെൻറ്റഡ് ദ എക്സ്റേ? എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നൊരു ചോദ്യം. ഓപ്ഷൻ ബി, വില്യം റോൺജൻ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി റിലേറ്റഡ് വിച്ച് സ്പോർട്സ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഹോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓതർ ഓഫ് ഡിസ്കവറി ഓഫ് ഇന്ത്യ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഏജ് ഓഫ് രാജ്യസഭ മെമ്പർ? ഓപ്ഷൻ ബി, 30 ആണ് റൈറ്റ് ആൻസർ, 30. അടുത്ത ചോദ്യം, വെൻ വാസ് സാർക്ക് എസ്റ്റാബ്ലിഷ്ഡ്? ഓപ്ഷൻ ബി, 1985. അതുപോലെ തന്നെ സാർക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ആണ്. അടുത്ത ചോദ്യം, മാക്സിമം ബൗണ്ടറീസ് വിത്ത് അതർ സ്റ്റേറ്റ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഉത്തർപ്രദേശ്, UP. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, സ്വിറ്റ്സർലാൻഡ്. ഓപ്ഷൻ സി.
അടുത്ത ചോദ്യം, വൈറ്റമിൻ ഇ കെമിക്കൽ നെയിം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ടോക്കോഫിർ. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം അസ്കോർബിക് ആസിഡാണ്. കാൽസിഫെറോൾ വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിമാണ്. അടുത്ത ചോദ്യം, ലൈഫ് ലൈൻ ഓഫ് ഗോവ. ഗോവയുടെ ജീവിതരേഖ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി മണ്ടോവി റിവർ ആണ് റൈറ്റ് ആൻസർ. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി വരുന്ന വീഡിയോകളിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.